നേച്ചറും ഹ്യൂമനും ഇഴകിച്ചേർന്ന് ഒരേപോലെ ജീവിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാന്ന് തോന്നുന്നു. പിടിച്ചിരുന്നു കേട്ടോ. അമ്മാ അയ്യോ അയ്യോ നൈലന്താകെയാവുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിഗ് അൽമാട്ടി ലേക്ക് കാണാനായിട്ട് വന്നതാണ്. അവിടെ മേലെ ഇന്നലെ സ്നോഫോളൊക്കെ ഉണ്ടായിട്ട് അത് ശരിക്കും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈ പാക്കേജ് എടുക്കുമ്പോഴേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിഷൻ. അപ്പോൾ നമ്മൾ എന്നാണോ പോകുന്നത് അന്നത്തെ ദിവസം അവർ അവിടെ ഉള്ളിലോട്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഡ്രൈവർ ഇപ്പോൾ വന്ന് പറഞ്ഞു അവിടെ നിന്ന് അവർക്ക് ഇങ്ങനെ അവർ കോണ്ടാക്ട്സ് വെച്ചിട്ട് കോൾ ചെയ്ത് നോക്കി. അപ്പോൾ ഉള്ളിലോട്ട് അവർ കയറ്റി വിടുന്നില്ല, അവിടെ സ്നോഫോൾ ഉള്ള കാരണം റിസ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ വണ്ടി ഓൾറെഡി പോകത്തില്ല, നമ്മളിവിടെ നിന്ന് വേറെ വണ്ടിയിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അതും നമുക്കിപ്പോൾ റിസ്ക് ആയതുകൊണ്ട് അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല, പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഐസായി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബിഗ് അൽമാട്ടി ലേക്കിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ലൊക്കേഷനിൽ നമ്മൾ നിർത്തി. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഷിംബുലാക്ക് പോയി അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാനാണ് ഇനി. അപ്പോൾ എന്തായാലും ബിഗ് അൽമാട്ടിലേക്ക് ഇത്തവണത്തെ ട്രിപ്പിൽ നടക്കത്തില്ല എന്തായാലും. പ്ലീസ് ആക്ച്വലി ഈ താരി എന്ന് പറഞ്ഞിട്ട് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണോ എന്നറിയില്ല. താരി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലാണ്, കഫേയിലാണ് നമ്മളന്ന് ബ്ലാക്ക് കാനിയൻ കാണാൻ പോയപ്പോൾ, ബ്ലാക്ക് കാനിയൻ പോട്ടെ ടാരിൻ കാനിയൻ കാണാൻ പോയപ്പോൾ നമ്മൾ കയറി ഫുഡ് കഴിച്ചത്. ഫുഡ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ബർഗറാണ്. ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്ത്. അപ്പം ബർഗറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആക്ച്വലി ഇങ്ങനത്തെ പ്ലേസിൽ നിന്നൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതല്ലാതെ നമുക്ക് ഈവൻ എനിക്ക് ഗ്രീൻ മാർക്കറ്റ് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗ്രീൻ മാർക്കറ്റ് അവർ കണ്ണും അടച്ചാണ് ഒരു വില അങ്ങോട്ട് പറയുന്നത്. ഞാൻ ആ വീഡിയോ നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്കൊന്നും നമുക്ക് കിട്ടത്തില്ല. അതിനേക്കാളും നല്ല സാധനം നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. ഞങ്ങൾ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒച്ച മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്റ്റോണിൽ എന്തൊക്കെയോ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ. ഇത് ക്യാബിൻ സ്റ്റേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ബിഗ് അൽമാട്ടിയിലേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിവിടെ ജസ്റ്റ് ഐസായി സെൻറ്ററിൽ ജസ്റ്റ് കുറച്ചൊരു 5-10 മിനിറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളത് തിരിച്ചു പോകാൻ പോവാണ്. തിരിച്ചിനി ഷിംബുലാക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സ്റ്റേയിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ചെക്ക് ഇൻ ചെയ്തത്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു അപ്പാർട്ട്മെൻറ്റാണ്, ഭയങ്കര ഒരു നമുക്ക് ലക്ഷറി ഫീലൊക്കെ വരുന്നൊരു അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ മെഗാ പാർക്ക് ഉണ്ടല്ലോ, മെഗാ മോളിൻ്റെ തൊട്ട് അടുത്തുള്ള മെഗാ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം നിന്നത് മെഗാ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോളിൻ്റെ അടുത്തുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അവിടെ വലിയൊരു ബെയറിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്, ബെയറും കുഞ്ഞും ബെയറും ഒക്കെ ആയിട്ട്. ഇത് കോഫി ഷോപ്പും ചെറിയ ബർഗർ ഷോപ്പും ഒക്കെ ഉണ്ട്. കൈൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, കുറേ മരമൊക്കെ ആയിട്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അടുത്ത് പോയി നോക്കട്ടെ നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ. ഓ അങ്ങനെ ഹ്യൂമൻ ആൻഡ് നേച്ചർ, അതാണ് ആ ഒരു കൈയും നമ്മുടെ ഹാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ വുഡ്, തടി പോകുന്ന പോലെ നേച്ചറും ഹ്യൂമനും ഇഴകിച്ചേർന്ന് ഒരേപോലെ ജീവിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് തോന്നുന്നു. നമ്മുടെ കാർ അവിടെ ഉണ്ട്, രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു.
സലാം ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇത് ബർഗേഴ്സും അങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം. മാമ ബേർ, ബേബി ബേർ. ഞങ്ങൾ ഷിംലാക്ക് എത്തി. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേലെ പോയി നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കേബിൾ കാർ വഴി അങ്ങനെ അവിടെ പോകണം. 3 ലെയറായിട്ടാണത്. ഇങ്ങനെയാണോ? കേബിൾ കാർ 3 ലെയറായിട്ട് നമ്മൾ കേബിൾ കാറിൽ കയറി മേലെ പോകണം. ഇവിടെയൊക്കെ കുറേ ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ട്. അവർ ആ റൂട്ട് പറഞ്ഞേക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള റൂട്ടും പിന്നെ നമുക്ക് മെഡിക്കൽ ഹെൽപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അതെവിടെ കോൺടാക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 2 മണിയാവുന്ന 1:45 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ മേലോട്ട് പോവാം എന്ന് കരുതി. അല്ലെങ്കിൽ മേലെ പോയാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പാടാണല്ലോ. ഇത് ഇവിടെ ഒത്തിരി ഫുഡുണ്ട്, ഫുഡിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അവിടെ വെള്ളത്തിന് നല്ല റേറ്റാട്ടോ. അത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ, അത്യാവശ്യം റേറ്റ് ഉണ്ട് വെള്ളത്തിന്. ബീഫ് കബാബ് ബോക്സ്. ഷവർമ വെച്ചാലോ? ഷവർമ എവിടെ? ഷവർമ കാണിച്ച എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഷവർമ, റോൾ ഷവർമ അല്ല. ഇങ്ങനെ 2 പീത്ത ബ്രെഡിൻ്റെ ഇടയ്ക്ക് ഷവർമയുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്നതാണ്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതിൽ 4 ടിക്കറ്റ്. ഇതിൽ ഒരെണ്ണം അങ്ങോട്ട് പോകാനോ ഒരെണ്ണം തിരിച്ചു വരാനും സ്കാൻ കോഡ് യൂസ് ചെയ്യണം. പിന്നെ 3 സ്റ്റേഷൻ 2 ട്രാൻസ്ഫേഴ്സ്. നമ്മൾ എൻട്രി കഴിഞ്ഞിട്ട് കേബിൾ കാറിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ഭയങ്കര സ്കീയിങ്ങിൻ്റെ ആൾക്കാരുടെ തിരക്ക്. ഷിംലാക്കിൽ കൂടുതലും സ്കീയിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കലൈറ്റ്സും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ വരുന്നതാണ്. അവരുടെ നമ്മൾ കേബിൾ കാറിൻ്റെ സൈഡിൽ പുറത്ത് തന്നെ ഈ സ്കീയിങ്ങിൻ്റെ ആ പാഡൊക്കെ വെക്കാനായിട്ട് അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതങ്ങനെ ഇറക്കില്ല തോന്നുന്നു, മറ്റേതുപോലെ സ്പീഡില്ല. കാരണം പിടിക്കാൻ സ്ഥലമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അല്ല, അതൊരു കാര്യമുണ്ട്, അത് ഇത്തിരി താഴ്ചയിലേക്ക് കൂടിയാണ്. പക്ഷെ ഇത് അത്ര ഹൈറ്റിലല്ല പോകുന്നതെന്ന് തോന്നുന്നു. 3 ഇതുണ്ട്, 3 ലെയർ ഉണ്ട്. 3 ടിക്കറ്റ് എടുത്തു നമ്മള്. അതില് മറ്റേ ഫുള്ള് ഗ്രൗണ്ടിന്റെ അത്രയും ഗ്രൗണ്ട് നീ മോളേന്ന് കണ്ടിട്ടുണ്ട്. ഇന്ത്യക്ക് ഇത്രേ ഉള്ളു. ഷിംലാക്കിലെ ഈ ഐസ് സ്കേറ്റിംഗ് റിങ്ക് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഹയസ്റ്റ് ഐസ് സ്കേറ്റിംഗ് റിങ്കാണ്. ഇത് നമ്മളുടെ സീ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1690 മീറ്ററോളം ഉയരത്തിലാണ് ഉള്ളത്. കളയാൻ വേണ്ടി സൂക്ഷിച്ചു. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ തൊളയെ കൂടി ആൾക്കാർ താഴെട്ടനെ ഏറ്റവും മുകളിലത്തെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കാൻ പറ്റും. നല്ല വെറുതെ അങ്ങനെ വെക്കാം. ഇതേ അവിടെ നിന്ന് താഴെ വരുന്നുണ്ട്. ഇതെന്താണ് മലയിൽ കൂടി വരാട്ടെ? നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. ശരിക്കും ഇത് 1000 രൂപ ടിക്കറ്റ് എന്ന് പറയുമ്പോ കുറവെന്നുള്ള പോലെ തോന്നണല്ലേ? കാരണം ഇത് കൊറേ ദൂരം. ഇത്ര ദൂരമോ?
ഇതൊക്കെ സ്കീ ചെയ്ത് വന്നതായിരിക്കില്ലല്ലേ? പട്ടിയോ പശുവോ ഒക്കെ നടക്കുന്നതായിരിക്കില്ലേ? അതൊക്കെ കുതിര ഇറക്കി. പിന്നെ ഇതുവഴി പിന്നെ ആ സൈഡിലൊക്കെ എന്തോ ഫുള്ള് അരുവിയല്ല ശരിക്കും ഇത് പോയിട്ട് ഇത് എന്തോ ഡാം പോലെ എന്തോ കെട്ടി വെച്ചാണ്. അതല്ല ഇത് അൽമാട്ടി പോയിട്ടല്ലോ. അവിടെ നിന്ന് കുറേ വന്നു. എനിക്ക് ഒരു മരം അത് കാരണം മുറിച്ചിട്ടേക്കണത്. ആ ചേലിനെ കാണാം ഹോൾസിന്. ഇതില് കുത്തനൊന്നുമില്ല, പക്ഷെ നമ്മള് വേണ്ടെന്ന് വെക്കും. അവിടെ നിന്നൊക്കെ കയറി വന്നാലല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. സ്കീ ചെയ്ത് നോക്കൂ, മുകളിലോട്ട് നോക്ക്. ഇതിപ്പോ ഓർക്കൂട്ടോ ഡോറ്. ഷിംബുലാക് റിസോർട്ട് ഹോട്ടൽ കേട്ടാ ഷിംബുലാക് റിസോർട്ട് ഹോട്ടൽ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നമ്മളെത്തി. ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇനി എന്ന് പറയുന്നത് ഓപ്പൺ ഇതാണ് വരുന്നത്. അവിടെ പോകുന്നത് ഓപ്പൺ ആണ് വരുന്നത്. അതിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങണം. അവിടെ ആർട്ടിഫിഷ്യലായിട്ട് സ്നോ പെയ്യ്ക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഓപ്പൺ കേബിൾ കാർ വരുന്നത് നമ്മളുടെ സ്കീയിങ് ഫുൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കാലിൽ ആ പാഡിലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ കേബിൾ കാർ വരുന്നത്. പിന്നെ നമുക്കും പോകുന്നതിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഈ റൈഡ് ഇങ്ങനെ ബാക്കിൽ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെ അതിൽ ഇരുത്തിക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ ഇതിൽ കുഞ്ഞു പിള്ളേരെ കയറ്റാൻ അവർ സമ്മതിക്കില്ല. ഇപ്പം വിയാനും വീനയും വിഷ്ണുവൊക്കെ വേറെ ക്ലോസ്ഡ് ആയിട്ടുള്ള കേബിൾ കാറിലാണ് വന്നത്. അത് ഇതിൽ തന്നെ കയറുന്നത്. ഇത് കയറല്ലേ? ഇതാണ് നമ്മുടെ എൻ്റെ രാവിലെ ഇത് അവിടെ നിന്നൊക്കെ എന്തോ ഇഴയ്ക്ക് വന്നിട്ടുണ്ട്. പിടിച്ചിരുന്നു കേട്ടാ. തിരിച്ചു വരുന്ന എല്ലാം കാലിടിച്ച് വരുമോ അല്ലേ? എൻ്റെ ഗ്ലാസ്സിലൊക്കെ മഞ്ഞ് വീണെന്ന് തോന്നുന്നു. ഐസ് ആ ഇല്ല, എനിക്ക് തലവേദന എടുക്കുക. ഈ വെയിലും മഞ്ഞിന്ന് ഗ്ലെയർ അടിച്ചിട്ടേ പെട്ടെന്ന് തലവേദന വരുന്നുണ്ട്. തണുപ്പ് കൂടി മേലോട്ട് വന്നപ്പോഴേ തണുപ്പ് കൂടുന്നുണ്ട്. ഞങ്ങൾ ലെവൽ 2 വന്നിറങ്ങി. ഓപ്പൺ റോപ്പ് വേ ആയിരുന്നു. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒരു റിസോർട്ടല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്കാല പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത പോയിന്റിലോട്ട് നടക്കണം. ആക്ച്വലി എല്ലാവരും സ്കീ ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ നടക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത പോയിന്റിലോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെയും ലെവൽ 3 നമ്മൾ അങ്ങോട്ട് പോകണം. റോപ്പ് വേയിൽ തന്നെ പോകണം. വേഗം സ്കീയിങ്ങിന് ആൾക്കാർ വരുന്നതിന് മുന്നേ നമുക്കത് ക്രോസ് ചെയ്യണം. എങ്കിൽ നടക്കുമോ മഞ്ഞിക്കൂടി അല്ലേ? നമ്മൾ ദൂരേന്ന് കണ്ട അത്രയും ഭീകരത ഇല്ലല്ലേ സ്ലോപ്പിന്? കൈ പിടിച്ചോണം എൻ്റെ. 3 പേര് പോയി കഴിഞ്ഞാൽ ആ ഓ വീണ് വീണ് അവിടെ. അപ്പോൾ ഇവന് വലിയ ധാരണയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഇവൻ പോകുന്ന വഴിക്ക് തന്നെ അടുത്തവൻ വന്ന് പേടിയാവില്ല. താഴ്ന്ന കണ്ടത് താഴ്ന്ന കിടക്കല്ലേ. ഓ
ഇവിടെ സ്ലിപ്പാവുന്ന നല്ല പേടിയുണ്ട് കേട്ടോ. ദേ അമ്മാ, പേടിക്കണ്ട. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റേഷൻ ഇറങ്ങി മൂന്നാമത്തെ സ്റ്റേഷനിലോട്ട് ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. ആ ഓക്കെ ഇങ്ങനെ ചുമ്മാ റൗണ്ട് ചെയ്ത് ട്രെയിനിങ്. ഇങ്ങനെ ഞങ്ങൾ ഫൈനൽ സ്റ്റേഷനിലെത്തി. ഇവിടെ ടെൻ്റല്ല, സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ, ഷിംല സ്റ്റേ സ്കീ റിസോർട്ട്സ് അതാണെന്ന് തോന്നുന്നു കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേ ആണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഒരു വീട് ഫുള്ള് മഞ്ഞിൽ മുങ്ങിക്കിടക്കുക, അതിൻ്റെ പകുതിയോളം മുങ്ങി. ഇവിടെ നിന്നാണ് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു സ്റ്റേഷൻ, 3rd സ്റ്റേഷൻ, ലാസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് സ്കീ ചെയ്ത് ഇങ്ങനെ അതിലൂടെ സ്കീ ചെയ്ത് താഴോട്ട് പോകും ഫസ്റ്റ് സ്റ്റേഷനിലോട്ട്. എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടോ. പിന്നെ നൊമാഡിക് സ്റ്റേ പോലത്തെ സ്റ്റേയും ഉണ്ട്, ടെൻസും ഉണ്ട്. ടെനിറെക്കോ ഹോട്ടൽസ്, റൂം പോലെ അല്ലേ? ഓ, മറ്റേത് ടെന്റ്, നൊമാഡിക് ടെന്റ് സ്റ്റൈല്. അതിന് വാഷ്റൂം കാണില്ലോ. ഓ, അതിന് കോമൺ ടോയ്ലറ്റ് ആയിരിക്കും. വേണ്ട, നമ്മൾ വന്നത് ഇവിടെ ഒരു വ്യൂ ഒരു രക്ഷയില്ലല്ലേ. അതെ, കേബിൾ കാർ ജസ്റ്റ് സ്റ്റോപ്പായി. ഞങ്ങളത് നടുക്ക് നിൽക്കുവാണ്. അയ്യോ, നിന്നടാ. എന്ത് പറ്റി? ആ ഓക്കെ, സ്റ്റാർട്ടായും തോന്നുന്നു. അയ്യോ നല്ല തരാന്ന്. സ്റ്റാർട്ടായി. ഓക്കെ, സ്റ്റാർട്ടായി, കുഴപ്പമില്ല. ഓക്കെ, ചെറുതായിട്ടൊന്ന് പേടിച്ചു, കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം. എന്നാലും നമുക്കൊരു ടെൻഷൻ വരുമല്ലോ പെട്ടെന്ന്. അങ്ങനെ ഷിംബുലാക്കൊക്കെ കറങ്ങിക്കണ്ട് ഞങ്ങൾ തിരിച്ച് ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോയി. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗാ പാർക്ക് മോളിൻ്റെ അടുത്തുള്ള മെഗാ പാർക്ക് ടവർ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈവനിങ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി മെഗാ പാർക്ക് മോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് റൂം മാത്രമല്ലേ കാണിച്ചുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് അപ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഹോം ടൂർ പോലെ. ജസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കൊരു മിററും പിന്നെ ഒരു ചെറിയൊരു ലോണ്ട്രി റൂം, അതായത് സ്റ്റോറേജ് റൂം പോലത്തെ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു റൂമുണ്ട്, സ്റ്റോറേജ് റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടൊക്കെ, അവിടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഒരു കോമൺ വാഷ്റൂം. അത് കഴിഞ്ഞിട്ട് ഈ വാഷ്റൂമിൽ നമുക്ക് ഫോസറ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിച്ചണാണ് വരുന്നത്. കിച്ചണിൻ്റെ വിൻഡോയിൽ കൂടെ വ്യൂവും അടിപൊളി വ്യൂ ആണ്. കൂടുതലും നൈറ്റ് വ്യൂ കാണാനാണ് അടിപൊളിയായിട്ട് വരുന്നത്. ആ ലൈറ്റ് എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് നൈറ്റ് വ്യൂ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി ആക്സസും വരുന്നത്. ബാൽക്കണിയിലെ വ്യൂ അടിപൊളിയാണ്. സൺസെറ്റും സൺറൈസും ഒക്കെ ഇങ്ങനെ നമ്മൾ നിന്നിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്ന് പോവും. അത്രയ്ക്കും അടിപൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.